മൊഡ്യൂൾ 4 സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സെയിൽസ് പ്രൊമോഷനും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദ എഫക്റ്റീവ് പ്രൊമോഷൻ ഇസ് എ കീ കമ്പോണൻറ്റ് ഓഫ് ദ മാർക്കറ്റിംഗ് മിക്സ്. ഒരു മാർക്കറ്റിംഗ് മിക്സിൽ 4 എലമെൻറ്റ്സ് ആണ് ഉള്ളത്: പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ ആൻഡ് പ്ലേസ്. ഇതിൽ മൂന്നാമത്തെ എലമെൻ്റ് ആണ് പ്രൊമോഷൻ. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഇൻ ദ മാർക്കറ്റിംഗ് മിക്സ്. ഇറ്റ് ഈസ് ദ എലമെൻറ്റ് ദാറ്റ് ഹെൽപ്പ് എ ഫേം ടു അട്രാക്ട് കസ്റ്റമേഴ്സ്, പെർസ്യൂഡ് ദം ടു ബൈ ആൻഡ് ജനറേറ്റ് ലോയാലിറ്റി. ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഇൻറ്റൻഷൻ അവരിൽ ഉണ്ടാവുന്നതും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഒരു പ്രൊഡക്റ്റുമായിട്ട് അട്രാക്റ്റീവ് ആവുന്നതും അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് അവരെ ഇൻഡ്യൂസ് ചെയ്യിക്കുന്നതിലെ ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള പ്രൊമോഷണൽ സ്ട്രാറ്റജീസും ഒരു കമ്പനി യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സോപ്പിൻ്റെ കൂടെ പെൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്, അതുപോലെ ചെറിയ സാഷേസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്, അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് പ്രൊമോഷണൽ സ്ട്രാറ്റജീസാണ്. കൂപ്പൺസ്, ഡിസ്കൗണ്ട് ഓഫേഴ്സ്, ഇതൊക്കെ പ്രൊമോഷണൽ സ്ട്രാറ്റജീസാണ്. ഇതൊക്കെ കസ്റ്റമേഴ്സിനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് പെർസ്യൂഡ് ചെയ്യുക എന്നുള്ള ഒരു മോട്ടീവോട് കൂടി ചെയ്യുന്നതാണ്. ദെൻ ഇൻ ദ എറിന ഓഫ് മാർക്കറ്റിംഗ്, promotion refers to different types of communications used to inform the target audience about the features and benefit of a brand. അപ്പോൾ റീസെൻറ്റ് ടൈംസിൽ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മീഡിയാസ് വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ ബെനഫിറ്റ്സും അതിൻ്റെ ഫീച്ചേഴ്സും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനുള്ള, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഫുൾ ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്ന മോട്ടീവോട് ചെയ്യുന്നതാണ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ്. ദ എയിം ഓഫ് പ്രൊമോഷൻ ഇസ് ടു ഇൻക്രീസ് അവയർനെസ്, ക്രിയേറ്റ് ഇൻട്രസ്റ്റ്, ജനറേറ്റ് സെയിൽസ് ആൻഡ് ക്രിയേറ്റ് ബ്രാൻഡ് ലോയാലിറ്റി. അപ്പോൾ ഒരു പ്രൊമോഷൻ്റെ എയിം എന്ന് പറയുന്നത് ഇൻക്രീസസ് അവയർനെസ്, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് കസ്റ്റമേഴ്സിൽ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ക്രിയേറ്റ് ഇൻട്രസ്റ്റ്, ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ജനറേറ്റ് സെയിൽസ് ആൻഡ് ക്രിയേറ്റ് ബ്രാൻഡ് ലോയാലിറ്റി, സെയിൽസ് ഇൻക്രീസ് ചെയ്യുക. ദെൻ ബ്രാൻഡ് ലോയാലിറ്റി എന്ന് പറയുന്നത് അറിയാം അല്ലേ, ഒരു പ്രൊഡക്റ്റിനോട് കസ്റ്റമർ ഒരു സിംഗിൾ ബ്രാൻഡിനോട് എപ്പോഴും ലോയലായിട്ടിരിക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് മാത്രമേ അവർക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ട് തോന്നുള്ളൂ. കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് അവരുടെ മൈൻഡിൽ ഒരു പ്രൊഡക്റ്റ് കയറണം എന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള പ്രൊമോഷണൽ സ്ട്രാറ്റജീസും അഡ്വർടൈസ്മെൻറ്റ്സും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും കൊടുക്കേണ്ടതുണ്ട്. Then promotion mix describes a combination of different elements used by a firm for the effective promotion of its products in the target market. അപ്പോൾ പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കമ്പോണൻസ് ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിസ്കൗണ്ട്സും കൂപ്പൺസും സാഷേസും ഒക്കെ കൊടുക്കുന്നത് ഒരു ടൈപ്പ് ഓഫ് പ്രൊമോഷണൽ മിക്സ് ആണ്. പല ടൈപ്പ് ഓഫ് പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് ഉണ്ട്. എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രൊമോഷൻ മിക്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഫേമിൻ്റെ എയിം എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുക, കസ്റ്റമേഴ്സിലേക്ക് ആ പ്രോഡക്റ്റിൻ്റെ ഇൻഫർമേഷൻ കറക്റ്റായിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതാണ്. It combines a set of tools that a business can use to communicate effectively the benefits of its products or services to the customers. പറഞ്ഞത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത് എ കോമ്പിനേഷൻ ഓർ എ സെറ്റ് ഓഫ് ടൂൾസ്, പലതരത്തിലുള്ള സ്ട്രാറ്റജീസാണ്, പല ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിലേക്ക് ആ പ്രൊഡക്റ്റിൻ്റെ എഫക്റ്റീവ്നെസ്സും ബെനഫിറ്റ്സും ഒരു പ്രൊഡക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ക്വാളിറ്റി, ഇതിനെക്കുറിച്ചൊക്കെ, അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ മാത്രമല്ല സർവീസസിൻ്റെയും പറഞ്ഞ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും ഒക്കെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. എ സക്സസ്ഫുൾ പ്രൊമോഷൻ പ്രോഗ്രാം ഷുഡ് ഇൻക്ലൂഡ് ഓൾ ദ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ദാറ്റ് ക്യാൻ ഡെലിവർ എ മെസ്സേജ് ടു ദ ടാർഗറ്റ് ഓഡിയൻസ്. അപ്പോൾ ഒരു സക്സസ്ഫുൾ പ്രൊമോഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ഡെലിവർ ചെയ്യാവുന്ന രീതിയിൽ യൂസ് ചെയ്യുന്ന എല്ലാ ടൂൾസും യൂസ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ കസ്റ്റമേഴ്സിലേക്ക് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രൊമോഷൻ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then a promotion program can include different elements. This element of a promotion program is known as promotion mix. അപ്പോൾ പ്രൊമോഷന് വേണ്ടിയിട്ട് പല എലമെൻറ്റ്സും യൂസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസൊക്കെയാണ് ഡിസ്കൗണ്ട്സ്, സാഷേസ്,
കൂപ്പൺസ് അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നതിനെയാണ്, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനെയാണ് പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത്. അതായത് ഈ എലമെൻറ്റ്സ്, പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ എലമെൻറ്റ്സിനെയും പ്രൊമോഷൻ മിക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കമ്പോണൻറ്റ്സ് ഓഫ് പ്രൊമോഷൻ മിക്സ് നമ്മൾ പറഞ്ഞു, പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്യുന്ന എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന എലമെൻറ്റ്സ് ആണ് താഴെ പറയുന്നത്. ഇതാണ് പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത്. ഇത്രയും ഐറ്റംസ് ആണ് പ്രൊമോഷൻ മിക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് അഡ്വർടൈസിങ്, ദെൻ പബ്ലിസിറ്റി, പേഴ്സണൽ സെല്ലിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, സെയിൽസ് പ്രൊമോഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ്. ഫസ്റ്റ് വണ്ണാണ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ് എന്നുള്ളത് നമ്മൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ സബ്ജക്റ്റ് തന്നെ അഡ്വർടൈസിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്വർടൈസിങ് എന്നുള്ള കമ്പോണൻറ്റിനെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അഡ്വർടൈസ്മെൻറ്റ് ഈസ് എ ഫോം ഓഫ് പെയ്ഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മളതിൻ്റെ ഫീച്ചേഴ്സിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അഡ്വർടൈസിങ് ഒരു പെയ്ഡ് കമ്മ്യൂണിക്കേഷനാണ്. യൂസ് ടു പെർസ്യൂഡ് ദ ടാർഗറ്റ് മാർക്കറ്റ് ടു ടേക്ക് സം ആക്ഷൻ വിത്ത് റെസ്പെക്ട് ടു പ്രോഡക്ട്സ്, ഐഡിയാസ് ആൻഡ് സർവീസസ്. അപ്പോൾ കസ്റ്റമേഴ്സിനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് പെർസ്യൂഡ് ചെയ്യാനായിട്ട് ചെയ്യുന്ന കുറേ ആക്ടിവിറ്റീസാണ് അഡ്വർടൈസ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതിൽ ടു ടേക്ക് സം ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനുള്ള സ്റ്റേജസ് നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ വരുന്ന ലാസ്റ്റ് സ്റ്റേജാണ് ആക്ഷൻ എന്ന് പറയുന്നത്. ആക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് പർച്ചേസ് ഓഫ് എ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫൈനൽ പർച്ചേസ് ഓഫ് എ പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ ലാസ്റ്റ് കമ്പോണൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു അതിൽ സ്റ്റേജസ് ഓഫ് പർച്ചേസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ പർച്ചേസ് എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് 4 സ്റ്റെപ്സാണ്. അവെയർനെസ്, കോംപ്രിഹെൻഷൻ, കൺവിക്ഷൻ ആൻഡ് ആക്ഷൻ. ഫസ്റ്റ് തന്നെ ഒരു പ്രോഡക്റ്റിൻ്റെ അവെയർനെസ് ക്രിയേറ്റ് ചെയ്യുക, ദെൻ അവർ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക, പർച്ചേസിങ് ഇൻഫർമേഷൻ എത്തിക്കുക. അത് കസ്റ്റമറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കുക. ദെൻ കൺവിക്ഷൻ, ഡിഫറെൻറ്റ് ചോയ്സസ് കസ്റ്റമേഴ്സിന് അവൈലബിൾ ആയിരിക്കും, അതിൽ നിന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള ചോയ്സ് ചൂസ് ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സിന് സാധിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ആക്ഷൻ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജസ് ആക്ഷൻ, ദാറ്റ് ഈസ് ദ പർച്ചേസ് ഓഫ് എ പ്രോഡക്റ്റ്. ഓക്കെ, ബൈയിങ് ഡിസിഷൻ ആണ് വരുന്നത്. Then advertisements are made through various media including both print and electronic media such as newspapers, magazines, personal form of communication in which there is no personal communication with the customers. Advertising is highly useful in covering a large target market where the customers are scattered over vast area. It also helps in reaching customers quickly. അപ്പോൾ അഡ്വർടൈസിങ്ങിൻ്റെ ഓരോ ഫീച്ചേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ദെൻ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള, ഹൈലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ ആണ് അഡ്വർടൈസിങ്. ദെൻ ടാർഗറ്റ് മാർക്കറ്റിന് വാസ്റ്റ് ഏരിയയിൽ സ്കാറ്ററായി കിടക്കുന്ന, പല ഏരിയാസിൽ കവർ ചെയ്ത് കിടക്കുന്ന കസ്റ്റമേഴ്സിന് ഒരൊറ്റ മീഡിയ വഴി അല്ലെങ്കിൽ ഒരൊറ്റ കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴി ഒരു പ്രോഡക്റ്റിൻ്റെ ഇൻഫർമേഷൻ എത്തിക്കുന്നതാണ് ഇവിടെ വരുന്നത്. സോ ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ റീച്ചിങ് കസ്റ്റമേഴ്സ് ക്വിക്ക്ലി. പെട്ടെന്ന് കസ്റ്റമേഴ്സിലേക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻഫർമേഷൻ എത്തിക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞ എലമെൻറ്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് പബ്ലിസിറ്റി. പബ്ലിസിറ്റി ക്യാൻ ബി സിംപ്ലി ഡിഫൈൻഡ് ആസ് നോ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഫ്രീ അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. പക്ഷേ ഇവിടെ ഒരു കോസ്റ്റ് ഫ്രീ അല്ലെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിന് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് പബ്ലിസിറ്റി. ഇറ്റ് ഈസ് എ നോൺ പെയ്ഡ് ഫോം ഓഫ് പ്രൊമോഷൻ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് പ്രൊമോഷൻ ഫേംസ് യൂസസ് മീഡിയ publish news coverage, features, articles, editorial stories and documentaries about its product. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്, റിയൽ ലൈഫ് ന്യൂസുകൾ കവർ ചെയ്ത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ദെൻ the intention of a firm to gain free and favorable news coverage about the product so as to create an image in the market. അപ്പോൾ മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇമേജ്, ഗുഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഇൻറ്റൻഷനോട് കൂടി ചെയ്യുന്ന ഒരു ഫോം ഓഫ് പ്രൊമോഷനാണ് പബ്ലിസിറ്റി. Then publicity is letting people know about a product of the company with the help of mass media. അപ്പോൾ മാസ് മീഡിയാസ് യൂസ് ചെയ്തുകൊണ്ട്, അതായത് നമ്മൾ പറഞ്ഞു ഇവിടെ പേപ്പേഴ്സ്, റേഡിയോസ്, ടെലിവിഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഗുഡ് ഇമേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
It is commercially significant news about a product in പേപ്പേഴ്സ്, റേഡിയോസ്, ടെലിവിഷൻ ഓർ ഇൻ്റർനെറ്റ് അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് ഫ്രീ ആയിട്ട് കസ്റ്റമേഴ്സിലേക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ ഇൻഫർമേഷൻ എത്തിക്കുക എന്നുള്ളൊരു മോട്ടീവോട് കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ കൊമേഴ്ഷ്യലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ, അപ്പോൾ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള റിയൽ ലൈഫ് ന്യൂസുകൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. There is a popular saying in marketing that companies pay for advertisement and pray for publicity. നമ്മൾ പറഞ്ഞു അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. പക്ഷേ പബ്ലിസിറ്റി നോൺ പെയ്ഡ് ഫോമാണ്. അത് റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ നിന്നും കവർ ചെയ്യുന്ന തരത്തിലുള്ളതാണ് പബ്ലിസിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് പെയ്ഡ് ഫോം ആയതുകൊണ്ട് കമ്പനീസ് പേ ഫോർ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി പേയ്മെൻറ്റ് നടത്തുന്നു. പക്ഷേ പേ ഫോർ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതായത് പബ്ലിസിറ്റി ഉണ്ടാവുക എന്നുള്ളത് റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്നും അല്ലെങ്കിൽ ന്യൂസ് കവറേജുകളിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വണ്ണാണ് പബ്ലിസിറ്റി ഡിഫർ ഫ്രം അഡ്വർടൈസിങ് ഇൻ ദ ഫോളോയിങ് വേസ്. അപ്പോൾ പബ്ലിസിറ്റിയും അഡ്വർടൈസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു 2 പോയിൻറ്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദർ ഇസ് നോ കോസ്റ്റ് ഇൻവോൾവ് ഇൻ പബ്ലിസിറ്റി, ഇറ്റ് ഇസ് ടോട്ടലി ഫ്രീ. നമ്മൾ പറഞ്ഞു അഡ്വർടൈസ്മെൻറ്റ് പെയ്ഡ് ഫോമാണ്, പബ്ലിസിറ്റി നോൺ പെയ്ഡ് ഫോമാണ്. Then publicity is more credible and more likely to have an impact on the readers, listeners and viewers. അപ്പോൾ പബ്ലിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട് സാധാരണ ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്താണ്, റിയൽ ലൈഫ് ഒരു ഇൻസിഡൻറ്റ് കവർ ചെയ്തിട്ടാണ് ഒരു പബ്ലിസിറ്റി, ഒരു പേഴ്സൺ ആണെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും പബ്ലിക് ആവുന്നത്. അപ്പോൾ പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ മോർ ക്രെഡിബിൾ, അതായത് കൂടുതൽ വിശ്വസനീയമായ രീതിയിൽ ഒരു കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നത് എപ്പോഴും പബ്ലിസിറ്റി ആയിരിക്കും അഡ്വർടൈസ്മെൻറ്റിനേക്കാളും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പേഴ്സണൽ സെല്ലിംഗ് ആണ്. നെക്സ്റ്റ് കമ്പോണൻ്റ് ആണ് പേഴ്സണൽ സെല്ലിംഗ്. പേഴ്സണൽ സെല്ലിംഗ് ഇസ് ഓറൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് പൊട്ടൻഷ്യൽ ബയേഴ്സ് ഓഫ് എ പ്രോഡക്റ്റ് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് മേക്കിംഗ് എ സെയിൽസ്. അപ്പോൾ സെയിൽസ് ഉണ്ടാക്കുക എന്നുള്ളൊരു മോട്ടീവോട് കൂടി തന്നെയാണ് ഇതും ചെയ്യുന്നത്. പക്ഷേ മറ്റ് 2 ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് ഓറൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. അവിടെ മാസ് മീഡിയാസ് യൂസ് ചെയ്തുകൊണ്ട് റേഡിയോസും ടെലിവിഷൻസും വഴിയാണ് പബ്ലിസിറ്റിയും അഡ്വർടൈസ്മെൻറ്റ്സും ചെയ്യുന്നത് എങ്കിൽ ഇവിടെ ഓറൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് പ്രോഡക്റ്റ് പ്രൊമോഷൻ ആൻഡ് ഇറ്റ് ഹെൽപ്പ് എൻകറേജ് കസ്റ്റമേഴ്സ് ടു പർച്ചേസ് ഗുഡ്സ് ത്രൂ ദ യൂസ് ഓഫ് ഓറൽ പ്രസൻറ്റേഷൻ. ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനായിട്ട് നമ്മളുടെ വീട്ടിലൊക്കെ സാധാരണ എന്താണ് പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സിന് വേണ്ടിയിട്ടും അത് സെല് ചെയ്യാൻ വേണ്ടിയിട്ടും സെയിൽസ് പേഴ്സൺസ് വരാറുണ്ട്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ വരുന്നത്, ഓറൽ കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, ദ റോൾ ഓഫ് സെയിൽസ് പേഴ്സണൽ ഈസ് ഹൈലി സിഗ്നിഫിക്കൻ്റ് ഇൻ പേഴ്സണൽ സെല്ലിംഗ്. അതായത് നമ്മളുടെ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ പ്രൊഡക്ട്സ് ബൈ ചെയ്യിക്കാൻ വരുന്ന സെയിൽസ് പേഴ്സൺസ് അവരുടെ സ്കിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്യിക്കാനായിട്ടുള്ളൊരു സ്കിൽ ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേ സെർച്ച്, ഐഡൻറ്റിഫൈ, മീറ്റ്, കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കൺവിൻസ് കസ്റ്റമേഴ്സ് ടു ക്യാരി ഔട്ട് സെയിൽസ് ഇൻ പേഴ്സണൽ സെല്ലിംഗ്. അപ്പോൾ പേഴ്സണൽ സെല്ലിങ്ങിൽ ഓരോ കസ്റ്റമേഴ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്ത് സെർച്ച് ചെയ്ത് അവരെ മീറ്റ് ചെയ്ത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരൊരു പ്രൊഡക്റ്റിൻ്റെ ഇൻഫർമേഷൻ കൺവിൻസ് ചെയ്താണ് ഒരു പേഴ്സണൽ സെല്ലിംഗ് അവിടെ ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, sometimes sales force communicates with the prospective customers over phone and mail. അപ്പോൾ ടെലിഫോണിലൂടെയും മെയിലിലൂടെയും വരുന്നതും പേഴ്സണൽ സെല്ലിംഗ് തന്നെയാണ്. അതായത് ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾക്ക് മെയിൽ ചെയ്യുന്നതും അല്ലെങ്കിൽ ഫോൺ വഴി ഇന്നൊരു പ്രോഡക്റ്റ് ഉണ്ട്, ഇന്നതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് ഒരു പ്രോഡക്റ്റിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതും ഇസ് എ ടൈപ്പ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. ഓക്കെ, അവിടെ ഡയറക്റ്റ് ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സണുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് അല്ലേ. ഇവിടെ കമ്മ്യൂണിക്കേഷൻ വിത്ത് വൺ പേഴ്സൺ ടു അനദർ, ദാറ്റ് ഇസ് എ പേഴ്സണൽ സെല്ലിംഗ് ഇൻഡിവിജ്വൽ ടു ദി കസ്റ്റമേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഇസ് എ ചാനൽ ഫ്രീ അപ്രോച്ച് ഇൻ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ്. അപ്പോൾ ചാനൽ ഫ്രീ അപ്രോച്ചാണ് ഇവിടെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണല്ലേ. ഡയറക്റ്റ് നമ്മളുടെ അടുത്ത് വന്നിട്ട് ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന രീതിയാണ്. അതിൽ ടെലി മാർക്കറ്റിംഗ് വരാം, ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് വരാം. അങ്ങനെ ഡയറക്റ്റ് ഒരു പേഴ്സണെ ഇൻറ്റൻറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഏതൊരു ടൈപ്പ് ഓഫ് മാർക്കറ്റിങ്ങും ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ വരുന്നതാണ്. In this type of promotion, a company deals with its customers directly without the help of any intermediaries. അവിടെ ഇൻ്റർമീഡിയറീസ് ഒന്നും വരുന്നില്ല. ഒരു പ്രോഡക്റ്റ് ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
ഇൻ്റർമീഡിയറീസ് ആയിട്ടുള്ള മീഡിയാസ് ഒന്നും ഇവിടെ വരുന്നില്ല. ദെൻ ഫോർ എക്സാമ്പിൾ ബാങ്കിങ് സർവീസസ്, ടെലി മാർക്കറ്റിംഗ്, ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് എക്സാമ്പിൾസ് പറയുന്നത്. ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോഴും ബാങ്ക് സ്റ്റാഫുകൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സായിട്ട് ഡീൽ ചെയ്യുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ ടെലി മാർക്കറ്റിംഗ്, ടെലിഫോൺ വഴി ഒരു സിംഗിൾ ഇൻഡിവിജ്വലുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഇൻ്റർനെറ്റ് മാർക്കറ്റിങ്ങും ആ രീതി തന്നെയാണ് വരുന്നത്. ദർ ഇസ് നോ പ്ലേ ഓഫ് ഇൻ്റർമീഡിയറീസ് ഇൻ ഡയറക്റ്റ് മാർക്കറ്റിംഗ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇൻ്റർമീഡിയറീസ് ഒന്നും ഇതിൽ വരുന്നില്ല. ഡയറക്റ്റ് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ ഇൻഫർമേഷൻ ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. എ സക്സസ്ഫുൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഇൻവോൾവ്സ് കമ്പൈലിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ലാർജ് ഡാറ്റാബേസ് ഓഫ് പേഴ്സണൽ ഇൻഫർമേഷൻ ആൻഡ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് സ്മൂത്തായിട്ട് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സിനെയും കുറിച്ചുള്ള പേഴ്സണൽ ഇൻഫർമേഷൻ, അതുപോലെ അവരുടെ ഡാറ്റാബേസ് നമ്മളുടെ കയ്യിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അവരായിട്ട് എപ്പോഴും ഇൻ ടച്ച് ആയിരിക്കണം. അതിനു വേണ്ടിയിട്ട് അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു സക്സസ്ഫുൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആകണം എങ്കിൽ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു എലമെൻറ്റാണ്. ദിസ് ഡാറ്റാബേസ് ആർ ഓഫൺ സോൾഡ് ഓർ ഷെയർഡ് വിത്ത് അതർ ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനീസ്. ഈ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൽ ഒരു കമ്പനി യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് അല്ലെങ്കിൽ കസ്റ്റമർ ഇൻഫർമേഷൻ മറ്റൊരു കമ്പനിയും യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് പല കമ്പനീസും ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് അല്ലേ. ഒരു പ്രോഡക്റ്റ് മാത്രമല്ല, പല പ്രോഡക്ട്സും ഇതുപോലെ തന്നെ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലൂടെ സെയിൽ ചെയ്യുന്നതുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കമ്പനീസ് തമ്മിൽ ഷെയർ ചെയ്യുകയും സെയിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഡാറ്റാബേസ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് വരുന്നത് ഡയറക്റ്റ് ഒരു പേഴ്സണലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് സെയിൽസ് നടത്തുന്ന രീതിയാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ ഇസ് എ പ്രോസസ് ഓഫ് പെർസ്യൂഡിങ് ആൻഡ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ടു ബൈ എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിനെ ബൈ ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ പെർസ്യൂഡ് ചെയ്യുക, പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് സെയിൽസ് പ്രൊമോഷൻ വഴി ചെയ്യുന്നത്. സെയിൽസ് പ്രൊമോഷൻ ഇസ് യൂസ്ഡ് ആസ് എ ഷോർട്ട് ടേം ടാക്ടിക് ടു ബൂസ്റ്റ് സെയിൽസ്. അപ്പോൾ സെയിൽസ് ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് സെയിൽസ് പ്രൊമോഷൻ. നമ്മൾ പറഞ്ഞു നേരത്തെ എന്താണ്, ഡിസ്കൗണ്ട്സ് കൊടുക്കുക, കൂപ്പൺസ് കൊടുക്കുക. കൂപ്പൺസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും. ആ ഡേറ്റിനുള്ളിൽ നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് ആപ്ലിക്കബിൾ ആവുകയുള്ളൂ. അപ്പോൾ അതെന്താണ്, പെട്ടെന്ന് കസ്റ്റമേഴ്സ് ആ ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ കസ്റ്റമേഴ്സിനെ കൊണ്ട് ആ പ്രോഡക്റ്റ് ബൈ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു മോട്ടീവാണ് അവിടെ വരുന്നത്. Then it attempt to provide added values or incentives to customers, wholesalers, retailers and customers to promote immediate sales. അപ്പോൾ ഇതിൽ ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഹോൾസെയിലേഴ്സിനും റീറ്റെയിലേഴ്സിനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്പനീസ് പ്രൊമോഷന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കും, അവർക്ക് ബൾക്ക് പർച്ചേസിന് ഡിസ്കൗണ്ട് കൊടുക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രൊമോഷണൽ സ്ട്രാറ്റജീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ ആ ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യുകയും സെയിൽസിന് വേണ്ടിയിട്ട് അത് കൂടുതൽ സെല്ല് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ മോട്ടീവ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്, അവർക്ക് എന്തെങ്കിലും ആഡഡ് ഫീച്ചേഴ്സ് കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സും അത് പർച്ചേസ് ചെയ്യാനായിട്ട് പെർസ്യൂഡ് ആവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് പബ്ലിക് റിലേഷൻസ്, ദാറ്റ് ഇസ് PR. The purpose of public relation is communication intended to earn public understanding and acceptance by stressing the practice, policies and procedures of the organization. പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് ഒരു ഓർഗനൈസേഷനുമായിട്ട് കറക്റ്റായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് പബ്ലിക്കിന് ഒരു പ്രൊഡക്റ്റിൻ്റെ ഓർഗനൈസേഷനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചും അതിൻ്റെ കമ്പനീനെ കുറിച്ചും ഫുൾ ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അവരായിട്ട് എപ്പോഴും ഇൻ ടച്ച് ആയിരിക്കണം. ഓക്കെ, ഒരു കമ്പനിയുടെ പോളിസീസും പ്രൊസീജിയേഴ്സും എല്ലാം കസ്റ്റമേഴ്സിനെ കൂടെ അറിയിച്ചുകൊണ്ടാണ് ഇവിടെ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. This can be accomplished by identifying donations to charitable institutions, sponsorship, esteemed causes or events, contributions to individual, community or social well-being and so on. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്നത്
ഏതെങ്കിലും ഒരു ഇവൻറ്റ്സിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് കോൺട്രിബ്യൂഷൻസ് കൊടുക്കുക, ഇവൻറ്റ്സിനെ സ്പോൺസർ ചെയ്യുക, ദെൻ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അതിന് വേണ്ടിയിട്ടുള്ള ഡൊണേഷൻസ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കോ അല്ലെങ്കിൽ സോഷ്യൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടോ ഒക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പബ്ലിക്കിനെ കൂടുതൽ ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. It is to build a good relationship with the customers, shareholders, employees and the government, suppliers, creditors and other firms in the industry. അപ്പോൾ ആ ഇൻഡസ്ട്രിയിലെ ഒരു ഓർഗനൈസേഷനുമായിട്ട് ടച്ച് ചെയ്ത് വരുന്ന കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനോടോ ആ കമ്പനിയുടെ എംപ്ലോയീസിനോട് അതുപോലെ തന്നെ ഗവൺമെൻറ്റിനോടും സപ്ലയേഴ്സിനോടും ക്രെഡിറ്റേഴ്സിനോടും എല്ലാം ഒരു ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ പർച്ചേസ് കൂട്ടാനുള്ള ഒരു രീതിയിലാണ് ഇവർ ഈ തരത്തിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. The basic principle of public relation in product promotion is that increases in public contact increases sales. അപ്പോൾ പബ്ലിക് കോണ്ടാക്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സെയിൽസും ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് പബ്ലിക് റിലേഷൻ. ഓക്കെ. Good relationship with all the parties in the internal and external environment of a company help it to carry out the marketing activities smoothly. അപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അതിന് കുറച്ച് ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട് അല്ലേ. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ എംപ്ലോയീസ്, ക്രെഡിറ്റേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, കസ്റ്റമേഴ്സ് ഒക്കെ വരാം. ദെൻ എക്സ്റ്റേണൽ പാർട്ടീസ് എന്ന് പറയുമ്പോൾ സപ്ലയേഴ്സ്, ഗവൺമെൻറ്, അങ്ങനെ ട്രേഡ് യൂണിയൻസ്, അങ്ങനെ പുറത്തുള്ള കുറച്ച് പൊളിറ്റിക്കൽ പാർട്ടീസ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് നല്ല കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് റൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ത്രൂ ഗുഡ് പബ്ലിക് റിലേഷൻസ് എ പ്രോഡക്റ്റ് ഓഫ് എ ഫേം ഗെറ്റ് എ യുണീക്ക് ഇമേജ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ നല്ലൊരു പബ്ലിക് റിലേഷൻ ക്രിയേറ്റ് ചെയ്താൽ ബാക്കിയുള്ള ഫേംസിൻ്റെ പ്രോഡക്ട്സിനേക്കാളും കുറേ കൂടി ഒരു യുണീക്കായിട്ടുള്ളൊരു ഇമേജ്, ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ഫേമിന് സാധിക്കും. Then public relation is an attempt to earn public support and acceptance for the company and its products. അപ്പോൾ ആദ്യം തന്നെ ഒരു കമ്പനിയുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുത്താൽ പിന്നെ അവരുടെ പ്രൊഡക്റ്റിൻ്റെ കറക്റ്റായിട്ടുള്ള സെയിൽസും അതുപോലെ തന്നെ പ്രൊഡക്റ്റിനെ പെട്ടെന്ന് കസ്റ്റമേഴ്സിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മെയിനായിട്ട് പ്രൊമോഷൻ എന്താണ് എന്നുള്ളതും പ്രൊമോഷൻ മിക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എലമെൻസും ആണ് ഈ വീഡിയോയിൽ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.